ഹലോ ഗായ്സ്, അപ്പം നമ്മൾ രാവിലെ പണിച്ചിക്കാട് അമ്പലത്തിൽ പോവാണ്. നമ്മൾ എന്തിനാ പോകുന്നേ അത് നമുക്ക് വഴിയെ പറയാം. ഗായ്സ്, അങ്ങനെ ഫ്രണ്ടിൽ പോകുന്നവരാണ്. നമ്മൾ ഏകദേശം പണിച്ചിക്കാട് അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് 2 വണ്ടിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കിടങ്ങൂർ വെച്ചാണ് ജോയിൻ ആയത്. അതാണ് ഞാൻ പറഞ്ഞത് അവർ ഫ്രണ്ടിൽ പോകുന്നതെന്ന്. പിന്നെ നമ്മളിങ്ങ് അമ്പലത്തിൽ എത്താറായപ്പോഴത്തേനും 2 സൈഡിലെയും പാടം നിറയെ വെള്ളമായിട്ട് റോഡ് നിറയെ വെള്ളം. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സെറ്റ് മുണ്ട് ഉടയാതെ ഇറങ്ങാൻ ശ്രമിക്കുന്ന അമ്മു ചേച്ചിനെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, റോഡ് നിറച്ച് വെള്ളമായിരുന്നു. കണ്ടോ, അതുപോലെ നമുക്ക് വണ്ടിയുടെ അടി ഫുള്ള് നല്ല ക്ലീനാക്കി കിട്ടുന്ന രീതിക്ക് അത്രയും വെള്ളം ഉണ്ടായിരുന്നു. റോഡ് നിറയെ വെള്ളമായിരുന്നു, അത് അങ്ങ് അറ്റം വരെ. പിന്നെ നമ്മൾ പോയ വഴിക്ക് മൊത്തം ഇതുപോലെ പാടവും വെള്ളവും വെള്ളത്തിലൊക്കെ ആൾക്കാർ പോകുന്നതും കണ്ടപ്പം എനിക്ക് തോന്നി വെള്ളത്തിൽ കയറാൻ. അങ്ങനെ ഗൈസ്, നമ്മൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തിനാ അമ്പലത്തിലേക്ക് വന്നത് നമ്മൾ പറഞ്ഞില്ലല്ലോ. നമ്മൾ ശംഖുവേട്ടനെ ആദ്യാക്ഷരം കുറിക്കാനായിട്ടാണ് നമ്മൾ പനച്ചിക്കാടിലേക്ക് വന്നിരുന്നത്. പാർത്തുവിന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പിന്നെ തൊഴാനായിട്ട് കയറി. നമ്മൾ വഴിപാട് രസീതൊക്കെ എഴുതിയിട്ട് ദേവൻ്റെ അടുത്ത് തൊഴുതിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ ഓൾറെഡി അവിടെ 2 പേരെ എഴുതിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവരെഴുതണ കണ്ടപ്പോൾ നമുക്ക് തോന്നി ദൈവമേ ശംഖുവേട്ടൻ ഇതിനോട് എങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷെ അവൻ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. ഗുഡ് ബോയ് ആയി കേട്ടോ. ഇതും ഗുഡ് ബോയ്, ഇതും ഗുഡ് ബോയ് കേട്ടോ. ഗുഡ് ബോയ്സ് മുടുക്കന്മാരെ കേട്ടോ. പിന്നെ നമ്മൾ എഴുതി പഠിക്കാൻ പോകും. നിങ്ങളൊക്കെ പറയണം. കുഞ്ഞ് ചിലപ്പോൾ പറയില്ല, നിങ്ങളെല്ലാം പറയണേ. കുഞ്ഞ് എഴുതാൻ പോകണേ. ഓം എന്ന് പറഞ്ഞു. ഓം രണ്ടുപേരും പറഞ്ഞു. ഓം ഹരി ശ്രീ ഗ ന പ ത ഏ നമ അവിഘ്നസ്തു മിടുക്കനായി. മോനെ എഴുതണം. ബാ മിടുക്കന് പഠിക്കാൻ പറയണേ. 2 പേരും ഒന്നുകൂടെ പറയണേ. ഓം ഹരി ശ്രീ ഗ ന പ ത ഏ നമ. ഇനി അവിടെ മണലിട്ടിട്ടുണ്ട്. ആ മണലിൽ നിങ്ങൾ എല്ലാവരും എഴുതി കുട്ടികളെ കൊണ്ടൊക്കെ. ശംഖു എഴുതുന്ന കണ്ടതേ പാർത്തവരും കൊണ്ട് എഴുതുന്ന നഗരം. ഞാൻ പറഞ്ഞില്ലേ 2 പേരും പക്കായിരുന്നു കേട്ടോ. പിന്നെ അവനെ ഒന്ന് പൊക്കിയെടുത്തോണ്ട് പോരാനുള്ള പെടാപ്പാട്. പിന്നെ നോക്കിയപ്പോണ്ട് 2 കൂടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുക സ്റ്റെപ്പിൽ. പിന്നെ എല്ലാവരെയും വിളിച്ച് കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ രാവിലെ പോന്നല്ലേ ചെറിയൊരു ചായ കുടിക്കാനായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കുഞ്ഞ് ചായക്കട ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറി ചായയും കുടിച്ചു. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. മറ്റൊരു വീഡിയോ കാണാം. ബൈ.